കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് 2020 ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിലവിലെ അസസ്മെൻറ്റ് ഇയർ 2024-25 ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 11ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് From the following particulars supplied by Mr. Sridhar, Karta of HUF, compute its total income for the assessment year. Profit from family business 3,38,000. Ravi, a member of the family, received salary for his service in a college rupees 1,20,000. Salary to Raju, another member of family, for his service in the family business. Assessing officer considers 80,000 as reasonable, rupees 82,000. Director's fees received by Karta rupees 2,500. Interest on government securities rupees 12,000. Annual rent from house property let out rupees 30,000. Municipal taxes paid on let out rupees 3,000. Religious expenses rupees 5,000. Donation to Channabasa Swami temple approved rupees 40,000 by check. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ ഇൻകമാണ്. ഇവിടെ നമ്മൾ ഓരോ ഐറ്റംസും നോക്കുക. ഫസ്റ്റ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. ആനുവൽ റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നും പറഞ്ഞിട്ട് 30,000. അതിനെ നമ്മൾ GAV ആയിട്ട് എടുക്കുന്നു. കാരണം മുനിസിപ്പൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെൻറ്റ്, ഫെയർ റെൻ്റൽ വാല്യൂ ഒന്നുമില്ല. അപ്പോൾ തന്നിരിക്കുന്നതിന് GAV ആയിട്ട് എടുക്കുന്നു 30,000. മുനിസിപ്പൽ ടാക്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 3,000 ആണ്. അപ്പോൾ ആനുവൽ വാല്യൂ നമുക്ക് 27,000 കിട്ടും. 30,000 നിന്നും 3,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ NAVയുടെ ആനുവൽ വാല്യൂയുടെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യുന്നു, 8,100. അപ്പോൾ നമുക്ക് 18,900 എന്ന് കിട്ടും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് ഹെഡ് വരുന്നത് ഇൻകം ഫ്രം ബിസിനസ് ആണ്. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞിട്ട് 3,38,000 തന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ റീസണബിൾ ആയിട്ട് അസസിങ് ഓഫീസർ കൺസിഡർ ചെയ്യുന്ന 80,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അയാളുടെ സർവീസിന്, അതായത് 82,000 ആണ് എമൗണ്ട് തന്നത്. അപ്പോൾ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ് ആയിട്ട്, സാലറിയിൽ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ് ആയിട്ട് 82,000 നിന്നും 80,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2,000 കിട്ടും. ഇതിനെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിനെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3,40,000 എന്ന് കിട്ടും ഇൻകം ഫ്രം ബിസിനസ്. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 12,000 ആണ്. അപ്പോൾ ഇതിലെല്ലാം ടോട്ടൽ ചെയ്യുക. 18,900-നെയും 3,40,000-നെയും 12,000-നെയും. അപ്പം ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും 3,70,900 എന്ന് കിട്ടും. ഇതിൽ നമ്മൾ ഡിഡക്ഷൻ 80G പ്രകാരമുള്ള ഡിഡക്ഷൻ മൈനസ് ചെയ്യുന്നു. ഇവിടെ അപ്രൂവ്ഡ് ടെമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡൊണേഷൻ എന്ന് പറയുന്നത് 80G ലിമിറ്റ് വരുന്നത് 50% വിത്ത് ലിമിറ്റാണ്. അപ്പോൾ ക്വാളിഫയിങ് എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 3,70,900 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിന് 10%, അതേപോലെ തന്നെ നമ്മുടെ ഡൊണേഷൻ എമൗണ്ട് 40,000 കമ്പയർ ചെയ്യുന്നു. അപ്പോൾ കുറവ് വരുന്നത് 37,090 എന്നുള്ളതാണ് കുറവ് വരുന്നത്. അതിൻ്റെ 50% 18,545 കിട്ടും. അതിനെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ഇൻകം 3,52,355 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോളോയിങ് ആർ ദി പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം ശ്രീ രേ ശർമ്മ ഫോർ ദി പ്രീവിയസ് ഇയർ. നമ്മൾ പ്രീവിയസ് ഇയർ മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇംഗ്ലണ്ട് റിസീവ്ഡ് ഇൻ ഇന്ത്യ rupees 12,000. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ പാകിസ്ഥാൻ റിസീവ്ഡ് ഇൻ ഇന്ത്യ rupees 2,000. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ബംഗ്ലാദേശ് ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ദർ rupees 4,000. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്തോനേഷ്യ ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ദർ ദിസ് ബിസിനസ് ഈസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ rupees 5,000. Income accrued in Bhopal but received in Singapore rupees 6,000. Profit from business in India rupees 15,000. Past untaxed foreign income brought to India during previous year 20,000. From the above particulars compute GTI of Sri Naresh Sharma for the assessment year. If he is resident, not ordinary resident, അതേപോലെ നോൺ റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ജസ്റ്റ് 3-4 കോളംസ് ആയിട്ട് കൊടുക്കുക. ഒരു പെർട്ടിക്കുലർസ് കോളം ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. ഇതിൽ പെർട്ടിക്കുലേഴ്സിൽ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇംഗ്ലണ്ട് റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ വരുന്നത്.
ഇപ്പോൾ ഇവിടെ റിസീവ്ഡ് ഇൻ ഇന്ത്യ ആകുമ്പോൾ 3 കേസിലും ടാക്സിബിൾ ആണ്. ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും 12,000 ടാക്സിബിൾ ആയിട്ട് വരും. അടുത്ത കേസിലും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ പാകിസ്ഥാൻ റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. 3 കേസിലും ടാക്സിബിൾ വരുന്നു. ഇനി ഇൻകം ഫ്രം HP ഇൻ ബംഗ്ലാദേശ് ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക്, അതായത് ഇൻകം ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഓർഡിനറിയിൽ മാത്രമേ ടാക്സിബിൾ വരുന്നുള്ളൂ 4,000. ഇനി പ്രോഫിറ്റ് ഫ്രം ഇന്തോനേഷ്യ ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് ബിസിനസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് 2 കേസിൽ ടാക്സിബിലിറ്റി വരും. ഓർഡിനറിയുടെ കേസിലും നോട്ട് ഓർഡിനറി കേസിലും ടാക്സിബിലിറ്റി 5,000 വരും. ഇനി ഇൻകം അക്രൂഡ് ഇൻ ഭോപ്പാൽ ബട്ട് റിസീവ്ഡ് ഇൻ സിംഗപ്പൂർ. അപ്പോൾ ഇവിടെ അക്രൂഡ് ഇൻ ഭോപ്പാലാണ്. ഭോപ്പാൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വരുന്നതാണ്. അപ്പോൾ 3 കേസിലും എന്ത് വരും? ടാക്സബിൾ വരും. 6,000, 6,000, 6,000. ഇവിടെ അക്രൂഡ് ഇൻ ഭോപ്പാൽ ആയതുകൊണ്ടാണ്, അതായത് അക്രൂഡ് ഇൻ ഇന്ത്യയാണ്. ഇനി പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ, ഇവിടെയും ഇന്ത്യയിൽ വരുന്നതാണ്. 3 കേസിലും ടാക്സബിലിറ്റി വരും. ഇനി പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം ബ്രോട്ട് ഇൻ ഇന്ത്യയാണ് പ്രീവിയസ് ഇയർലി. 3 കേസിലും ടാക്സബിൾ വരുന്നില്ല. ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നു. ഒന്നാമത്തെ കേസിൽ 44,000, രണ്ടാമത്തെ കേസിൽ 40,000, മൂന്നാമത്തെ കേസിൽ 35,000. ഓക്കെ. ഇനി അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ദി ഫോളോയിങ് ആർ ദി പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം ഓഫ് മിസ്റ്റർ രമേശ് ഫോർ ദി പ്രീവിയസ് ഇയർ എൻഡഡ് 31 മാർച്ച് 2020. ഇവിടെ സാലറി ₹40,000 ആണ് തന്നത്. ഇത് പെർ മന്ത് ആണ്. അത് പെർ മന്ത് എന്ന് കൊടുക്കുക. ക്വസ്റ്റനിൽ മാറിപ്പോയതാണ്. ബോണസ് ടു ഈക്വൽ ടു 2 months സാലറി, 2 months പേ ആണ്. ദെൻ ഡോഗ് അലവൻസ് 750 പെർ മന്ത് ആണ്. സ്പെഷ്യൽ അലവൻസ് ₹600 പെർ മന്ത് ആണ്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF 15% ഓഫ് സാലറി. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ദി ഫണ്ട് 15% ഓഫ് സാലറി. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു ദി പ്രൊവിഡന്റ് ഫണ്ട് 9.5% per annum is ₹8,000. He is provided with free lunch in the office. The cost of meal is ₹30. The employer has given him a small car which he uses his personal and official purpose. He meets expenses for the personal purpose from out of his pocket. Compute income from salaries of Mr. Ramesh. Okay. അപ്പോൾ ഇവിടെ സാലറി എന്ന് പറയുന്നത് 45,000 into 12,000 എത്ര വരും? 5,40,000. ബോണസ് 2 മാസത്തതിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 45,000 into 2 90,000. ദെൻ ഡോഗ് അലവൻസ് വരുന്നത് എത്രയാണ്? 750 ആണ്. into 12 കാണുക. അതും പെർ മന്ത് ആണ്. നിങ്ങളുടെ ക്വസ്റ്റനിൽ മാറിപ്പോയതാണ്. into 12 9,000. സ്പെഷ്യൽ അലവൻസിൻ്റെ കേസിലും ടാക്സബിൾ വരും. 600 into 12 7,200. ദെൻ ഇവിടെ വരുന്നത് RPFിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇവിടെ ഓൾറെഡി സാലറിയിൽ ഇൻക്ലൂഡഡ് ആണ്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% എന്തായിരിക്കും? RPFിലേക്ക് നമ്മൾ കാണിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുന്ന സമയത്ത് എത്രയാണ് എക്സസ് വരുന്നത് അതിനെ നമ്മൾ കാണിക്കുന്നു. അതായത് ഇവിടെ വരുന്നത് എത്രയാണ്? 3% ആണ് എക്സസ് വരുന്നത്. അപ്പോൾ നമ്മുടെ സാലറിയുടെ എന്ത് കാണുന്നു? നമ്മൾ 3% കാണുന്നു. അപ്പോൾ 16,200 എന്ന് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ലഞ്ച് നമ്മുടെ ക്വസ്റ്റനിൽ 30 ആണ്. അപ്പോൾ 50 വരെ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഇനി സ്മോൾ കാർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 600 വരും സ്മോൾ കാറിൻ്റെ കേസിൽ. 600 into 12 7,200. ഇപ്പോൾ ഗ്രോസ് സാലറി നമുക്ക് 6,69,600 എന്ന് കിട്ടും. ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 മൈനസ് ചെയ്യുന്നു. ഇപ്പോൾ ടാക്സബിൾ സാലറി എത്ര കിട്ടും? 6,19,600 എന്ന് ടാക്സബിൾ സാലറി നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 14ാമത്തത്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ടാക്സ് പേബിൾ ബൈ ആൻ ഇൻഡിവിജ്വൽ ഫോർ ദി അസസ്മെൻറ്റ് 2020-21. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടഡ് 3 crore ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ടോട്ടൽ ഇൻകം ഇൻക്ലൂഡ്സ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A 30 lakh, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A 20 lakh. ഓക്കെ. ഇവിടെ നമ്മളോട് ടാക്സ് പേബിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേബിൾ എന്ന് കൊടുക്കുക. ടാക്സ് ഓൺ STCG ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിമിന് 111A ആണെങ്കിൽ അവിടെ 15% ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ 30 lakhൻ്റെ 15% കാണുന്നു. അപ്പോൾ 4,50,000 കിട്ടും. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 1112A കേസിൽ 10% ആണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ 10% കണ്ടാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ 112A ആണെങ്കിൽ 20 ലക്ഷം അവിടെ 1 lakh എക്സംഷൻ കിട്ടും. അതായത് 19 lakh അതിൻ്റെ 10%. അതിൻ്റെ 10% കണ്ടാൽ 1,90,000 കിട്ടും.
ഇനി ബാലൻസ് എമൗണ്ട്, അതായത് 3 crore എന്നും നമ്മൾ എന്ത് കുറക്കുന്നു, 50 lakh നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 2 crore 50 lakh എന്ന് ബാലൻസ് വരും. ഇതിൽ ഫസ്റ്റ് 2,50,000 നില്ലാണ്. നെക്സ്റ്റ് 2,50,000 5%, 12,500. ബാക്കി വരുന്ന 5 lakhന് 20%, 1 lakh. ബാലൻസ് 24 lakh എത്ര വരും, 2 crore 40 lakhന് 30%. ഓക്കെ, അപ്പോൾ 72 lakh എന്ന് വരും. അപ്പോൾ ഇവിടെ 73 lakh 12,500 ടോട്ടൽ വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, STCG LTC ടാക്സും ആഡ് ചെയ്യുന്നു. അപ്പോൾ 79,52,500 കിട്ടും. സർചാർജ് ആഡ് ചെയ്യുന്നു. സർചാർജ് അതായത് ഷോർട്ട് ടേമും ലോങ് ടേമും കൂടാതെ കേസിൽ 25% ഇവിടെ വരുന്നു. അപ്പോൾ എത്ര വരും, 18,28,125 വരും. ഇനി നമ്മുടെ STCGയും LTCGക്കും 15% വരും, അതായത് 96,000. ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ 19,24,125 വരും. ഇനി അതിന് ടോട്ടൽ ചെയ്യുന്നു, സർചാർജ് കൂടെ ആഡ് ചെയ്യുന്നു, 98,76,625 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ HEC ആഡ് ചെയ്യുക 4%. 4% കണ്ടു കഴിഞ്ഞാൽ 3,95,065 കിട്ടും. ടാക്സ് പേബിൾ എത്ര വരും, 2,71,690 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17. ശ്രീ Anandilal Mehta total income was computed for the estimate year 2020-21 6,07,000 from the following information. Taxable income from house property not TDS 5,16,000. Taxable income from business, loss from general business 32,000. Loss from speculation business 17,000. Capital gain LTCG 37,500. Agricultural income 12,500. Income from other source, gross winning from lottery 50,000. Taxable interest on government security 40,000. Compute is correct total income on the basis of income tax return and find out net tax payable during the previous year. Sri Anandilal Mehta has paid rupees 18,700 as life insurance premium on the policies taken for himself and family members' lives. Okay, ഇവിടെ ക്വസ്റ്റനിൽ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്താണ് ക്വസ്റ്റനിൽ. അപ്പോൾ ഇതിനെ വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുന്നത് 5,16,000 ലോസ് ഫ്രം ബിസിനസ് 32,000 പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ഓഫ് ചെയ്യും. ഇനി ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് നമുക്ക് വേറെ ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് എത്രയാണ്, 37,500 ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ ലോട്ടറി വിന്നിങ്ങും ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി 50,000 ലോട്ടറിയും ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി 40,000 വരുന്നു. ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര കിട്ടും, 6,11,500 കിട്ടും. ഇനി ATCയിൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം വരുന്നുണ്ട്, അതിന് ഡിഡക്ഷൻ കിട്ടും 18,700. അപ്പോൾ ടോട്ടൽ ഇൻകം 5,92,800 കിട്ടും. ഇനി അഗ്രികൾച്ചറൽ ഇൻകം കൂടെ ഉണ്ട്, അത് 12,500 ആണ്. അതിന് ആഡ് ചെയ്യുക. അപ്പോൾ അഗ്രിഗേറ്റ് ഇൻകം 6,05,300 എന്ന് കിട്ടും. ഇനി ടാക്സ് ലാബിലിറ്റി കാൽക്കുലേഷൻ ആണ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലാബിലിറ്റി. LTCGയുടെ ടാക്സ് റേറ്റ് എത്രയാണ്, 37,500ൻ്റെ 20%, അതായത് 7,500 കിട്ടും. ലോട്ടറിയുടെ 50,000 30% കാണാം, 15,000 കിട്ടും. ഇനി ബാലൻസ് എമൗണ്ട് കണ്ടു കഴിഞ്ഞാൽ 5,17,800. അതിൽ ഫസ്റ്റ് 2,50,000 നില്ലാണ്. നെക്സ്റ്റ് 2,50,000 5%, 12,500. ബാലൻസ് 17,800ന് 20%, അതായത് 3,560. ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ 38,560 കിട്ടും. ഇതിൽ നിന്നും അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സ് മൈനസ് ചെയ്യണം. അതായത് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് 12,500 ആണ്. അതിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് 2,50,000 ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 2,50,000 നില്ലാണ്. നെക്സ്റ്റ് ബാലൻസ് 12,500ന് 5%, അത് എത്ര കിട്ടും, 625. ഇപ്പോൾ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ 37,935 എന്ന് കിട്ടും. സർചാർജ് ഇല്ല. HEC 4% ആഡ് ചെയ്യാം, 1,517. then next gross tax payable എത്ര കിട്ടും, 39,452 എന്ന് കിട്ടും. ഇനി ഇവിടെ ലോട്ടറി ഉണ്ട്, അതിന് TDS വരും 15,000. അപ്പോൾ നെറ്റ് ടാക്സ് പേബിൾ 24,452 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 18ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ട് ഇൻകം ഫ്രം സാലറി ഓഫ് ശ്രീ യശ്വന്ത് ഫോർ ദി പ്രീവിയസ് ഇയർ. ഒന്നാമത്തത് സാലറി rupees 27,500 per month and DA 60% of salary. Employees provided him small car for official and personal use. Expenses are borne by the employer. Facility provided him 1st August 2019. Prior he used a car for commuting between residence and office. Okay.
Then unfurnished rent-free house at Bhopal, fair rent 36,000 annually and employer is owner. Then he contribute RPF 15%. Employer also contribute 15%. Rupees 5,600 creditor as interest to the fund at the rate of 14%. Employer provided him free telephone facility at his residence and bills paid by the employer during the previous year 3,600. He is provided free meal. Such a facility is given 248 dates during the previous year. The cost of meal is rupees 65. Free use of health club facility provided by company is rupees 600 per month. This facility is available for each employee of the company. Employer deducted 15,000 as income tax and 2,500 as professional tax from his salary. ഇതാണ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സാലറി എന്നതിൽ വരുന്നത് 27,500 ആണ്. ഇൻറ്റു 12 കണ്ടു കഴിഞ്ഞാൽ 3,30,000 കിട്ടും. ഇനി ഡി എ വരുന്നത് 60% ആണ്. അതിൻ്റെ 60% ആണെന്ന് 1,98,000 എന്ന് കിട്ടും. ഇനി അടുത്ത പറയുന്നത് കാറാണ്, സ്മോൾ കാർ. ഇവിടെ 1 ഓഗസ്റ്റ് മുതൽ മാത്രമേ കാറ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ 1,800 സ്മോൾ കാറിൻ്റെ കേസിൽ. അപ്പോൾ 8 മന്ത്സ് വരും, 14,400. ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 8 മാസമാണ് വരുന്നത്. 1,800 ഇൻറ്റു 8 14,400. ദെൻ അൺഫർണിഷ്ഡ് RFA ആണ്. അപ്പോൾ RFAയുടെ കേസിൽ ഇവിടെ പോപ്പുലേഷൻ പറഞ്ഞിട്ടില്ല, നമ്മൾ 25 lakh എന്നുള്ള നിലക്ക് എടുക്കുന്നു, എബോവ് 25 lakh. അപ്പോൾ RFAയുടെ കേസിൽ നിലവിൽ 3,30,000 ആണ് നമ്മുടെ സാലറി വരുന്നത്. ആ സാലറിയുടെ 15% 5 മാസവും 7.5% 7 മന്ത്സുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 20,625 14,438 കിട്ടും. ടോട്ടലി 35,063 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടെ അൺഫർണിഷ്ഡ് RFA കണ്ടത്. ദെൻ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു RPF-ൻ്റെ കേസിൽ 3%. ഇവിടെ നമ്മുടെ ക്വസ്റ്റനിൽ പറയുന്നത് 15% ആണ്. അപ്പോൾ ഇൻ എക്സസ് ഓഫ് 12% ടാക്സബിൾ ആണ്. അതായത് ഇവിടെ വരുന്നത് എത്രയാണ്? നമ്മുടെ ക്വസ്റ്റനിൽ RPF-ൽ വരുന്നത് 3,30,000-ൻ്റെ 3% RPF-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, 9,900. ഇനി ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമ്മുടെ ക്വസ്റ്റനിൽ പറയുന്നത് എത്രയാണ്? 14% ആണ്. 9.5-ൻ്റെ എബോവ് വരുന്നത് എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ 4.5 ടാക്സബിൾ ആയിരിക്കും. 5,600 ക്വസ്റ്റനിൽ ഇൻട്രസ്റ്റ് പറഞ്ഞത്. അതിൻ്റെ 4.5 ഡിവൈഡ് ബൈ 14 കണ്ടാൽ 1,800 എന്ന് കിട്ടും. അതാണ് ഇവിടെ ടാക്സബിൾ വരുന്നത്. ഇനി ഫ്രീ മീലിൻ്റെ കേസിൽ 65 ആണ് പറഞ്ഞത്. 65 എന്ന് പറയുമ്പോൾ 50 വരെ എന്താണ്? നോട്ട് ടാക്സബിൾ ആണ്. അപ്പം 15 എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. 15 ഇൻറ്റു 248 3,720 കിട്ടും. അതാണ് ഫ്രീ മീലിൽ കൊടുത്തത്. ഗ്രോസ് സാലറി കിട്ടും. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5,92,883. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000-ഉം പ്രൊഫഷണൽ ടാക്സ് 2,500 മൈനസ് ചെയ്യാം. അപ്പോൾ ഇൻകം ഫ്രം സാലറി 5,40,383 എന്ന് കിട്ടും. ഓക്കെ, ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക.